എനിക്ക് കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല പഴുത്ത മാങ്ങ 2 പാത്രത്തിൽ നിറച്ചുണ്ടായിരുന്നു. ഞങ്ങളത് വെച്ച് ഹലുവ ഉണ്ടാക്കാനാണ് പോണത്. ആദ്യം അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അത് ഈ പരുവത്തിലാക്കി എടുത്തു. കുറച്ച് പാടുണ്ടായിരുന്നു തൊലികളെ. പിന്നെ അതെല്ലാം അരിഞ്ഞ് ചെറിയ പീസാക്കി. ഞങ്ങളിതിൻ്റെ കൂട്ടത്തിൽ മൽബറിയും ചെറിയും കൂടെ ഇടാൻ നോക്കുന്നുണ്ട്. ആദ്യം ചെറിയുടെ ഒരു നീരൊഴിച്ചു, പിന്നെ മൽബറിയും അരച്ച് പിഴിഞ്ഞൊഴിച്ചു. പിന്നെ മാങ്ങ ഓരോന്നായി അരച്ച് അതിലോട്ട് ഒഴിച്ചു. ചെറിയ ജാറാണ് എടുത്തത്. അതിൽ നിറച്ച് മാങ്ങ ഇട്ടിട്ട് അരച്ചൊഴിച്ചു. പിന്നെ മൽബറിയുടെ കളർ നോക്ക് ഗൈസ്. പിന്നെ ശർക്കര പാനി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു. അപ്പോൾ അത് നല്ലോണം ഉരുകിയിട്ടുണ്ട്. പാനി റെഡി. ഇപ്പോൾ ഏകദേശം മുഴുവനും അരഞ്ഞു കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഞങ്ങൾ കുറച്ചും കൂടെ മൽബറി ഇട്ടാലോ എന്ന് നോക്കി. പിന്നെയും പോയി മൽബറി പറിച്ചുകൊണ്ട് വന്നിട്ട് അരച്ചൊഴിച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ കളർ കിട്ടാൻ. പ്രത്യേക ഡിസൈൻ വരുന്ന കണ്ടു ഗൈസ്. ശർക്കര പാനി അതിലോട്ട് ഒഴിച്ചു. ശേഷം ഇത് നല്ല തീയിൽ വെച്ചു വേവിച്ചു. ഇളക്കിക്കൊണ്ടിരിക്കുന്ന കണ്ടിന്യൂസ് ആയിട്ട്. കുറച്ച് കഴിയുമ്പം നല്ലതായിട്ട് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഞങ്ങൾ ഗ്ലൗസൊക്കെ ഇട്ടാണ് ചെയ്തത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ച് കൊടുത്ത് അതിനെ വറ്റിച്ച് കൊണ്ടുവന്ന് സൈഡിലോട്ടൊക്കെ തെറിക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. എന്നിട്ട് ഞങ്ങൾ 2 പാത്രത്തിൽ നെയ്യ് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ട് ഒഴിച്ച് സെറ്റാക്കി. എന്നിട്ട് ഒരു ഡെക്കറേഷന് കുറച്ച് അണ്ടിപ്പരിപ്പ് അതിൻ്റെ മുകളിൽ വെതറി. ഇതാണിതിൻ്റെ ഫൈനൽ ലുക്ക്.